SNDPക്ക് മുൻപിൽ ഐക്യത്തിന്റെ വാതിൽ സുകുമാരൻ നായർ കൊട്ടിയടച്ചിട്ടും വെള്ളാപ്പള്ളി നടേശൻ പിന്മാറാൻ ഒരുക്കമല്ല. SNDP NSS ഐക്യത്തിൽ വീണ്ടും പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ജാതി പറഞ്ഞ് പോരടിച്ചു നിന്നാൽ ഹൈന്ദവ സമൂഹം അധോഗതിയിലേക്ക് പോവുകയുള്ളൂ. അത്തരമൊരു ദുരവസ്ഥ സൃഷ്ടിക്കപ്പെടാതിരിക്കാനാണ് ഐക്യശ്രമങ്ങൾ വീണ്ടും തുടങ്ങിവെച്ചത്. സമാന ചിന്താഗതിയുള്ള എല്ലാവരും ജാതി മതവ്യത്യാസമില്ലാതെ ഈ നീക്കത്തിന്റെ ഭാഗമാകണമെന്നാണ് ആഗ്രഹം. അത് വൈകാതെ തന്നെ സാധ്യമാകുമെന്നാണ് പ്രതീക്ഷയെന്നും SNDP യോഗം മുഖപത്രമായ യോഗനാഥത്തിന്റെ മുഖപ്രസംഗത്തിൽ വെള്ളാപ്പള്ളി പറഞ്ഞു. കേരളത്തിലെ സാമൂഹ്യ സാഹചര്യം മാറിക്കഴിഞ്ഞു. ഭൂരിപക്ഷ ജനവിഭാഗം ഇവിടെ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. മതന്യൂനപക്ഷ പാർട്ടികളുടെ സ്വാധീനം മൂലം ഭരണതലങ്ങളിലും അവഗണിക്കപ്പെട്ടുവെന്നും സത്യം തുറന്നു പറയുന്നതിനാൽ തന്നെ വർഗീയവാദിയെന്ന് അധിക്ഷേപിക്കുകയാണെന്നും വെള്ളാപ്പള്ളി പറയുന്നു. അതേസമയം SNDP NSS ഐക്യനീക്കം ചർച്ചകൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ തകർന്നടിഞ്ഞിരുന്നു. എങ്കിലും പരസ്പരം ആരോപണം ഉന്നയിക്കാതിരിക്കാനും ആക്രമിക്കാതിരിക്കാനും ഇരു നേതാക്കളും പരമാവധി ശ്രദ്ധിച്ചു. NSS SNDP ഐക്യം കാലത്തിന്റെ നീതിയാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ മാസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിന് പിന്നാലെ അതിനെ പിന്തുണച്ച് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ പെരുന്നയിൽ വാർത്താ സമ്മേളനം നടത്തി. ഇതോടെ രാഷ്ട്രീയ കേരളത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ഈ രണ്ട് സമുദായ നേതാക്കളിലേക്കായി. എന്നാൽ ദിവസങ്ങൾ അധികം കഴിയും മുൻപ് തന്നെ ചിത്രം മാറുന്ന കാഴ്ചയാണ് പിന്നീട് കേരളം കണ്ടത്. ഐക്യം പൂർണ്ണമായും അടഞ്ഞ അധ്യായം. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടാകുമെന്ന സംശയത്തെ തുടർന്നാണ് ഐക്യവുമായി മുന്നോട്ട് പോകേണ്ടതെന്ന് താൻ പറഞ്ഞതെന്ന് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പിന്നീട് പറഞ്ഞു. ഐക്യം നടക്കാതെ പോയത് വേറെ ആരുടെയോ ഇടപെടൽ കൊണ്ടാണെന്ന വെള്ളാപ്പള്ളിയുടെ ആരോപണം ശരിയല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നായർ ഈഴവ ഐക്യശ്രമം പരാജയപ്പെട്ടതിൽ വിഷമവും പ്രതിഷേധവും ഇല്ലെന്നായിരുന്നു എന്നാൽ ഇതിനെ പറ്റിയുള്ള വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. NSSന്റെയും ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരെയും തള്ളിപ്പറയില്ല. നായർ സമുദായം സഹോദര സമുദായമാണ്. നായർ ഈഴവ വിശ്വാസങ്ങളും ചോരയും ഒന്നാണ്. ഐക്യനീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമില്ല, തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടുമല്ല. NSS ട്രസ്റ്റ് പ്രത്യേക യോഗത്തിൽ വെള്ളാപ്പള്ളിയുടെ വാചകങ്ങൾ ശരിക്കും അളന്നു മുറിച്ചുള്ളതായിരുന്നു. എന്തായാലും കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കാൻ ലക്ഷ്യമിട്ട് ഹൈന്ദവ സാമുദായിക ഐക്യത്തിന്റെ സാധ്യത ചർച്ചയാക്കുകയാണ് വീണ്ടും വെള്ളാപ്പള്ളി നടേശൻ. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരെ പ്രകോപിപ്പിക്കാതെയും അകന്നു നിൽക്കുന്നവരെ അനുനയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് വെള്ളാപ്പള്ളിയുടെ നീക്കം. ജാതി പറഞ്ഞ് പോരടിച്ചു നിന്നാൽ ഹൈന്ദവ സമൂഹം ഇനിയും അധോഗതിയിലേക്ക് പോകുമെന്നും സമാന ചിന്താഗതിക്കാർ ഒന്നിക്കേണ്ട സമയം അതിക്രമിച്ചുവെന്നും SNDP യോഗം മുഖപത്രമായ യോഗനാഥത്തിലൂടെ അതിൻ്റെ ലേഖനത്തിലൂടെ അദ്ദേഹം ഏറ്റവും ഒടുവിലായി പറഞ്ഞു വെക്കുന്ന ആഹ്വാനം ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. മതന്യൂനപക്ഷ പാർട്ടികളുടെ രാഷ്ട്രീയ സ്വാധീനം മൂലം ഭൂരിപക്ഷ സമുദായം ഭരണതലങ്ങളിൽ അവഗണിക്കപ്പെടുകയാണെന്ന കടുത്ത വിമർശനവും വെള്ളാപ്പള്ളി ഉയർത്തുന്നുണ്ട്. ഭൂരിപക്ഷ ജനവിഭാഗം ഇവിടെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഈ ദുരവസ്ഥ മാറ്റാൻ സാമുദായിക ഐക്യം അനിവാര്യമാണ്. തന്നെ വ്യക്തിപരമായി ആക്രമിക്കുന്നവർക്ക് ഇന്ധനം പകരുന്നത് സമുദായത്തിലെ തന്നെ കുലം കുത്തികളാണെന്നും അദ്ദേഹം ലേഖനത്തിൽ തുറന്നടിക്കുന്നു. സുകുമാരൻ നായരുമായി നേരത്തെ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു വലിയ ഹൈന്ദവ ഏകീകരണം സാധ്യമാക്കുക എന്ന തന്ത്രപരമായ നീക്കമാണ് ഇവിടെ വെള്ളാപ്പള്ളി നടത്തുന്നത്. മനുഷ്യന്റെ വേദനയും സന്തോഷവും ഒരുപോലെയാണെന്നും അതിൽ ജാതിക്കും മതത്തിനും സ്ഥാനമില്ലെന്നുമുള്ള തിരിച്ചറിവ് പലർക്കും നഷ്ടപ്പെട്ടതാണ് കേരളത്തിന്റെ ദുര്യോഗമെന്ന് വെള്ളാപ്പള്ളി നിരീക്ഷിക്കുന്നു. ജാതി മത വ്യത്യാസമില്ലാതെ സമാന ചിന്താഗതിയുള്ള എല്ലാവരും ഈ ഐക്യനീക്കത്തിന്റെ ഭാഗമാകണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും അത് വൈകാതെ സാധ്യമാകുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. ഇത്തരത്തിൽ NSSനെ പ്രകോപിപ്പിക്കാതെ സമവായത്തിന്റെ പാത സ്വീകരിക്കുന്നതിലൂടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയായി മാറാനാണ് വെള്ളാപ്പള്ളിയുടെ ലക്ഷ്യവും തന്ത്രപരമായ നീക്കങ്ങളും. അതേസമയം വെള്ളാപ്പള്ളി നടേശന്റെ ഐക്യ ആഹ്വാനത്തോട് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ ഇതുവരെ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും പഴയകാലത്തെ ഹിന്ദു പാർലമെന്റ് പരീക്ഷണങ്ങളുടെ ഓർമ്മയിലാണ് രാഷ്ട്രീയ കേരളം. G സുകുമാരൻ നായർ എന്നും ഉയർത്തിപ്പിടിക്കുന്നത് NSSന്റെ ശരിദൂര അതായത് സമദൂര സിദ്ധാന്തമാണ്. മുൻപ് പലതവണ ഇത്തരത്തിൽ ഐക്യനീക്കങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയ നിലപാടുകളിലെ വൈരുദ്ധ്യങ്ങൾ മൂലം അവ പാതി വഴി നിലയ്ക്കുകയായിരുന്നു. വെള്ളാപ്പള്ളി പലപ്പോഴും ഭരണപക്ഷത്തോടോ BJPയോടോ മൃദു സമീപനം സ്വീകരിക്കുമ്പോൾ സുകുമാരൻ നായർ ആചാരണ സംരക്ഷണ വിഷയങ്ങളിലും മുന്നോക്ക സംവരണത്തിലും ഉറച്ച നിലപാടുകളുമായി കുറച്ചുകൂടി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDFനോടാണ് കൂടുതൽ അടുപ്പം കാണിക്കാനുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരസ്യമായി UDFനെ പിന്തുണച്ച സുകുമാരൻ നായർക്ക് അപ്രതീക്ഷിത ഭരണത്തുടർച്ച നൽകിയ ആഘാതവും അത്ര ചെറുതല്ലെന്ന് വേണം കരുതാൻ. ഈ സാഹചര്യത്തിൽ വെള്ളാപ്പള്ളിയുടെ പുതിയ നീക്കത്തോട് അദ്ദേഹം എങ്ങനെ ഇനി പ്രതികരിക്കുമെന്നതും വളരെ നിർണായകമാണ്. അതേസമയം വെള്ളാപ്പള്ളി ഭൂരിപക്ഷ സമുദായ ഐക്യമെന്ന് പറയുമ്പോഴും സംവരണ വിഷയത്തിൽ NSSും SNDPയും രണ്ട് തട്ടിലാണ്.
മുന്നോക്ക സംവരണത്തെ വെള്ളാപ്പള്ളി എതിർക്കുമ്പോൾ അത് NSSന്റെ എക്കാലത്തെയും വലിയ വിജയമായാണ് സുകുമാരൻ നായർ കാണുന്നത്. മാത്രമല്ല BDJS വഴി NDA പാളയത്തിൽ നിൽക്കുന്ന വെള്ളാപ്പള്ളിയുടെ ഐക്യനീക്കം BJPക്ക് വേണ്ടിയുള്ളതാണെന്ന് NSS സംശയിക്കുന്നുണ്ട്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടാകുമെന്ന സംശയത്തെ തുടർന്നാണ് ഐക്യവുമായി മുന്നോട്ട് പോകേണ്ടതെന്ന് താൻ പറഞ്ഞതെന്ന NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വ്യക്തമാക്കിയതിന് പിന്നിലെ കാരണവും ഇതുതന്നെയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിൽ ഇരുവിഭാഗവും ചേരിതിരിഞ്ഞ് നിൽക്കുന്നിടത്തോളം ഈ ഐക്യത്തിന് വലിയ സാധ്യതകൾ കൽപ്പിക്കേണ്ടതില്ല. എന്നാൽ രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്ന ഇക്വേഷനിൽ ഇവിടെ ഒരു അട്ടിമറിക്കുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. പക്ഷേ ഹൈന്ദവ ഐക്യത്തിന്റെ നായകസ്ഥാനം ആര് വഹിക്കുമെന്ന കാര്യത്തിൽ ഇരു നേതാക്കളും തമ്മിലുള്ള ഈഗോയും തൻപ്രമാണിത്വവും മുൻപും ഐക്യശ്രമങ്ങളെ തകർത്തിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിന് മുൻപ് NSSനെ പിണക്കിയാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് വെള്ളാപ്പള്ളിക്കും അറിയാം. അതുകൊണ്ടാണ് സമാന ചിന്താഗതിക്കാർ എന്ന വാക്കുപയോഗിച്ച് അദ്ദേഹം സുകുമാരൻ നായർക്ക് സ്നേഹഹസ്തം നീട്ടുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വെള്ളാപ്പള്ളിയുടെ ഈ പരാമർശങ്ങളോട്, നിരീക്ഷണങ്ങളോട് സുകുമാരൻ നായർ എങ്ങനെ പ്രതികരിക്കുമെന്നത് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും ഹിന്ദു സമുദായ വോട്ടുകളിലെ ഗതി തന്നെ മാറ്റുവാനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.